ഗുഡ് ഈവനിങ് എവരിവൺ. ഇതിന് റീഡിംഗ് പാർട്ട് സി നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് സ്ക്രീൻ വിസിബിൾ ആണല്ലോ അല്ലെ? നോക്കിക്കേ, എന്താണ് ഇന്നത്തെ ടോപ്പിക്? എന്താണ്? സ്മോക്കേഴ്സ് റൈറ്റ് ടു സർജറി. എന്ന് പറഞ്ഞാൽ എന്താ? ഒരു എന്ന് പറഞ്ഞാൽ സ്മോക്കേഴ്സിന്റെ സർജറിയുടെ റൈറ്റ് ടു സർജറി. ഒരു സ്മോക്കേഴ്സിന്റെ സ്മോക്കർ സർജറിയിലുള്ള റൈറ്റ് ഏതൊക്കെയാണ്? സ്മോക്കർ അതായത് പുകവലിക്കുന്നവർക്ക് സർജറി റിലേറ്റഡ് ആയിട്ട് കുറച്ച് റൈറ്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലെ? അത് നമുക്ക് റൈറ്റ്സ് ഉണ്ടല്ലോ പേഷ്യൻസിന്. അപ്പൊ സ്മോക്കേഴ്സിന്റെ റൈറ്റ്സ് ടു സർജറി, ഇതാണ് നമ്മുടെ ടോപ്പിക് കേട്ടോ. Question number 15. What possible reason does the writer give for refusing current smokers the opportunity for surgery? എന്താണ് ആ ക്വസ്റ്റ്യൻ ഉദ്ദേശിച്ചതെന്ന് പറയാവോ? റൈറ്റർ എന്ത് റീസൺ ആണ് ഈ റിഫ്യൂസ് ചെയ്യുന്നത്? കറന്റ് സ്മോക്കേഴ്സ് ഓപ്പർച്യൂണിറ്റി സർജറിക്ക് വേണ്ടിയുള്ള ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി സ്മോക്കർ എന്താണ് റിഫ്യൂസ് ചെയ്യുന്നതെന്ന്? സ്മോക്കർ റിഫ്യൂസ് ചെയ്യുന്നതാണോ? സ്മോക്കർ റിഫ്യൂസ് ചെയ്യുന്നതാണോ അതോ സ്മോക്കേഴ്സിന് സർജറി ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റി റിഫ്യൂസ് ചെയ്യുന്നതാണോ? സ്മോക്കേഴ്സിന്റെ സർജറി റിഫ്യൂസ് ചെയ്യുന്നത്. ഓക്കെ. വാട്ട് പോസിബിൾ റീസൺ, എന്ത് പോസിബിൾ റീസൺ ആണ് ഇവിടെ റൈറ്റർ നമുക്ക് തരുന്നത്? എന്തിന്? ഫോർ റിഫ്യൂസിങ് കറന്റ് സ്മോക്കേഴ്സ് ദി ഓപ്പർച്യൂണിറ്റി ഫോർ സർജറി. ഓക്കെ, എന്താണ് ഈ കറന്റ് സ്മോക്കേഴ്സ് എന്ന് പറയുന്നത്? സ്മോക്കേഴ്സ് എന്നങ്ങ് പറഞ്ഞാൽ പോരെ? വൈ കറന്റ് സ്മോക്കേഴ്സ്? പുക വലിച്ചോണ്ടിരിക്കുന്ന ആൾക്കാര്, ഇപ്പൊ വലിച്ചോണ്ടിരിക്കുന്ന ആൾക്കാരല്ലേ? കറന്റ്ലി വലിച്ചുകൊണ്ടിരിക്കുന്നവര്. ഓക്കെ, ഇനി ഓപ്ഷൻസ് നോക്കാം. ദ നെഗറ്റീവ് എഫക്ട്സ് സീൻ ഇൻ സിസ്റ്റമാറ്റിക് റിസർച്ച്. എന്താ അത്? നിങ്ങൾ ഓരോന്ന് പറയാവോ? സിസ്റ്റമാറ്റിക് റിസർച്ചില് നെഗറ്റീവ് എഫക്റ്റ് ആണ് ഉള്ളതെന്ന്. അല്ല, അതാ പറഞ്ഞിരിക്കുന്ന അതുപോലെ ഒന്ന് പറഞ്ഞ അതിന്റെ എഫക്റ്റ് ആണ് ഉള്ളതെന്നാണ് അതോ? നെഗറ്റീവ് എഫക്റ്റ് ആണ് കാണപ്പെടുന്നത്, സീയിങ് റിസർച്ച് സിസ്റ്റമാറ്റിക് റിസർച്ചിൽ നെഗറ്റീവ് എഫക്ട്സ് ആണ് കണ്ടത് അല്ലെ? കണ്ടത്, സീൻ അല്ലെ? സീൻ എന്ന് പറയുമ്പോ എത്ര പെർസെന്റ് ആയി? കണ്ടു 100% അല്ലെ? സംതിങ് ഐ ഹാവ് സീൻ എന്ന് പറഞ്ഞാൽ ഞാൻ എന്തോ കണ്ടു അല്ലെ? കണ്ടു എന്നുള്ളതിന് വ്യത്യാസമൊന്നുമില്ല, 100% ഉറപ്പാണ് അല്ലെ? ഓക്കെ, ദ നെഗറ്റീവ് എഫക്ട്സ്. എന്ത് എഫക്ട്സ് ആണ്? നെഗറ്റീവ് എഫക്ട്സ്. അപ്പൊ നെഗറ്റീവ് എന്ന് പറയുന്നത് ഒരു അഡ്ജക്റ്റീവ് ആണ് അല്ലെ? ഒരു വിശേഷണ പദമാണ്. അപ്പൊ നമ്മള് അഡ്ജക്റ്റീവ്സിന് എപ്പോഴും പ്രയോറിറ്റി കൊടുക്കണ്ടേ? ഇമ്പോർട്ടൻസ് കൊടുക്കണമല്ലോ അല്ലെ? അപ്പോ നെഗറ്റീവ് എഫക്ട് സീൻ ഇൻ സിസ്റ്റമാറ്റിക് റിസർച്ച് ഒക്കെ നടത്തിയപ്പോ അതിനകത്ത് നെഗറ്റീവ് എഫക്ട്സ് ആണ് കണ്ടത്. നെക്സ്റ്റ് വൺ, ദ ഓവറോൾ ഇൻക്രീസ്ഡ് കോസ്റ്റ് ടു ദി ഹോസ്പിറ്റൽ സിസ്റ്റം. അവിടെ ഉണ്ടല്ലോ അഡ്ജക്റ്റീവ്സ്, എന്തൊക്കെയാന്ന് പറയാമോ? ഹോസ്പിറ്റൽ സിസ്റ്റം ഓവറാൾ മൊത്തത്തിൽ അങ്ങ് ഇൻക്രീസ് ആയിട്ടുണ്ടെന്ന്. കോസ്റ്റ് ഇൻക്രീസ് ആയി അല്ലെ? ഓവറോൾ കോസ്റ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട് ഹോസ്പിറ്റലിന് അല്ലെ? ഹോസ്പിറ്റൽ സിസ്റ്റത്തില് ഓവറോൾ കോസ്റ്റ് ഇൻക്രീസ്ഡ് അല്ലെ? ഇൻക്രീസ്ഡ് കോസ്റ്റ് ടു ദി ഹോസ്പിറ്റൽ സിസ്റ്റം. ഹോസ്പിറ്റൽ സിസ്റ്റത്തില് കോസ്റ്റ് ഓവറോൾ ആയിട്ട് ഇൻക്രീസ് ആയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ നോൺ ഇമ്പാക്ട് ഓൺ ദി പേഷ്യൻസ് ഹാർട്ട് ആൻഡ് ലങ്സ്. എന്ത് ഇമ്പാക്റ്റ് ആണ്? ദി നോൺ ഇമ്പാക്ട് അല്ലെ? നോൺ ഇമ്പാക്ട് എന്ന് പറയുമ്പോൾ എത്ര പെർസെന്റ് ആണ്? നോൺ ഇമ്പാക്ട് എന്ന് പറയുമ്പോൾ എത്ര പെർസെന്റ് ആണ്? എബോവ് 50 ആയിരിക്കും. ഏകദേശം ഒരു 50 ആയിരിക്കുമോ? നോൺ ആണല്ലോ, ഓൾറെഡി അറിയാമല്ലോ അല്ലെ? അപ്പൊ 80% ഓൾറെഡി വിസിബിൾ ആണ് അവിടെ അല്ലെ? എവിഡന്റ് ആണ്. നോ, 100% 100%. നോൺ ഇമ്പാക്ട് അല്ലെ? ഷീസ് നോൺ ടു മീ എന്ന് പറഞ്ഞ എനിക്ക് അവളെ അറിയാമെന്നല്ലേ? അറിയാമെന്ന് തോന്നുന്നു എന്നാണോ? അല്ല അല്ലെ? ഷീസ് നോൺ എന്ന് പറഞ്ഞാൽ യെസ് എനിക്കറിയാം അല്ലെ? 100%. ദ നോൺ ഇമ്പാക്ട് ഓൺ ദി പേഷ്യൻസ് ഹാർട്ട് ആൻഡ് ലങ്സ്. അപ്പം പേഷ്യന്റിന്റെ ഹാർട്ടിനെയും ലങ്സിനെയും ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. എന്താ ഇമ്പാക്ട് ചെയ്തേക്കുന്നേ? സ്മോക്കിംഗ് കേട്ടോ. അടുത്തത് അതുപോലെ തന്നെ ശ്രദ്ധിക്കണേ, ഇവിടെ നോൺ ഇമ്പാക്ട് ഓൺ ദി പേഷ്യൻസ് ഹാർട്ട് ആൻഡ് ലങ്സ് എന്ന് കൊടുത്തിട്ടില്ലേ? നമ്മൾ ഇതിനു മുന്നേ ഒരു മെറ്റീരിയൽ ചെയ്തപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? എന്തെങ്കിലും ഒരു മാറ്റർ റിലേറ്റഡ് ടു ഒരു കൺട്രിയുടെ പേര് കൊടുത്തിരിക്കും, പക്ഷെ 2 കൺട്രിയുടെ പേര് ഓപ്ഷനകത്ത് കൊടുത്തിരിക്കും.
പക്ഷെ നമ്മൾ ടെക്സ്റ്റ് വായിക്കുമ്പോൾ ഒരു കൺട്രിയെ പറ്റി അതിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കുള്ളൂ അല്ലെ. അപ്പൊ ആ 2 കൺട്രിയുടെ പേര് വന്നതുകൊണ്ട് ആ ഓപ്ഷൻ തെറ്റാണ്, എലിമിനേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടില്ലേ? അത് ഓർക്കുന്നുണ്ടോ? എന്ന് പറഞ്ഞ പോലെ ഇവിടെ നോൺ ഇമ്പാക്ട് ഓൺ ദി പേഷ്യൻസ് ഹാർട്ട് ആൻഡ് ലങ്സ് എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ പേഷ്യന്റിന്റെ ഹാർട്ടിനെയും ലങ്സിനെയും ഇവിടെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ടോ സ്മോക്കിംഗ് എന്നുള്ളത് ശ്രദ്ധിക്കുക. അത് ഹാർട്ടിനെ മാത്രമാണോ ഇമ്പാക്ട് ചെയ്യുന്നത്, ലങ്സിനെ മാത്രമാണോ ഇമ്പാക്ട് ചെയ്യുന്നത്? ഇതൊക്കെ നമ്മള് ടെക്സ്റ്റ് വായിക്കുമ്പോൾ നോക്കണം കേട്ടോ. പിന്നെ അവിടെ നോൺ ഇമ്പാക്ട് ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല. ഇതെല്ലാം നമ്മൾ വളരെ ക്യൂരിയസ് ആയിട്ട് തന്നെ വായിക്കുക. നെക്സ്റ്റ് വൺ, ദ ഹയർ പോസിബിലിറ്റി ഓഫ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഇൻഫെക്ഷൻ. പോസ്റ്റ് ഓപ്പറേറ്റീവ് ഹയർ ഇൻഫെക്ഷൻ പോസിബിലിറ്റി, ഹയർ പോസിബിലിറ്റി ആണ്. ഹയർ എന്ന് പറയുമ്പോൾ ചാൻസ് കൂടുതൽ കൂടുതലാണ് അല്ലേ? എത്ര കൂടുതൽ പെർസെന്റ് ആയി? ഒരു 90% അല്ലേ? ഔട്ട് ഓഫ് 100 അല്ലെ? ചാൻസ് എത്ര പെർസെന്റാ? എബോവ് 90%. ദ ഹയർ പോസിബിലിറ്റി ഓഫ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഇൻഫെക്ഷൻ. അപ്പൊ ഇങ്ങനെ സ്മോക്കിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക്, കറണ്ട് സ്മോക്കേഴ്സിന് സർജറി ചെയ്താൽ അവർക്ക് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഇൻഫെക്ഷൻ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഹയർ ആണ്. ഇതാണ് ഓപ്ഷൻസ്. ഓക്കെ, ഓപ്ഷൻസ് എല്ലാം ഇങ്ങനെ വായിച്ചു കഴിയുമ്പോൾ ക്വസ്റ്റ്യൻ മറന്നു പോകരുതേ. ക്വസ്റ്റ്യൻ എന്തായിരുന്നു ഒന്ന് നോക്കിക്കോ. എന്താണ് പേഷ്യന്റിന്റെ സർജറിക്ക് റിഫ്യൂസ് ചെയ്യാനുള്ള കറണ്ട് സിറ്റുവേഷന്? കറണ്ട് സിറ്റുവേഷൻ അല്ല, മൊത്തത്തിൽ അല്ല, മാറി മറിഞ്ഞു പോയി. കറണ്ട് റിഫ്യൂസിങ് കറണ്ട് സ്മോക്കേഴ്സ് ഓപ്പർച്യൂണിറ്റി. അതായത് കറന്റ്ലി സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് സർജറി റിഫ്യൂസ് ചെയ്യാനുള്ള റീസൺ എന്താണെന്നാണ് ഇവിടെ, പോസിബിൾ റീസൺ എന്താണെന്നാണ് റൈറ്റർ നമുക്ക് പറഞ്ഞു തരുന്നതല്ല ചോദിച്ചേക്കുന്നേ. ഈ അതെ അതെ. വേർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ തന്നെ അർത്ഥം മാറിപ്പോകും കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കാം. എന്നാ പറഞ്ഞോളൂ. ഇത് വായിച്ചേ, നിങ്ങൾ ഒരു Smokers തവണ who do ഒന്ന് not വായിക്കേ. try നിങ്ങളുടെ അങ്ങനല്ല മോളെ, നിങ്ങളുടെ ബ്രെയിൻ അത് ക്യാച്ച് ചെയ്യത്തക്ക സ്പീഡിൽ ഒന്ന് സമാധാനമായിട്ടൊന്ന് വായിച്ച് കഴിയുമ്പോൾ എന്നോട് പറ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഒത്തിരി നേരം എടുക്കരുത്. വായിച്ചു കഴിഞ്ഞോ? ഒരു തവണ വായിച്ചോ? ഫസ്റ്റ് പാരഗ്രാഫ് വായിച്ചാ പോരെ? ഫസ്റ്റ് പാരഗ്രാഫ് മതി. വോണ്ട് ഇൻഫെക്ഷൻ വരെ. മതി. അപ്പൊ എന്താ അവിടുന്ന് കിട്ടിയ ഒരു ഐഡിയ പറയാൻ പറ്റുമോ? അതായത് എന്തുകൊണ്ടാണ് സ്മോക്കേഴ്സ് സ്മോക്കേഴ്സ്? അവര് ഒരിക്കൽ ട്രൈ ചെയ്യരുത് ക്വിറ്റ് ചെയ്യാണ്ട്, അതായത് കംപ്ലീറ്റ്ലി സക്സീഡ് ആവാണ്ട് അവര് ട്രൈ ചെയ്യരുത് സർജറിയിലേക്ക്, എലക്ടീവ് സർജറിയിലേക്ക്. അതായത് അവർ അക്കോർഡിംഗ് ടു എഡിറ്റോറിയൽ പബ്ലിഷ്ഡ്, ആ എഡിറ്റോറിയൽ പബ്ലിഷ്ഡ് പറഞ്ഞേക്കുന്നത് അങ്ങനെയാണ്. ഡു നോട്ട് ട്രൈ ഓർ നോട്ട് ടു സക്സീഡ് ക്വിറ്റിംഗ്. അതായത് അവര് ഒരിക്കൽ പോലും ട്രൈ ചെയ്യാണ്ട് എലക്ടീവ് സർജറിയിലേക്ക് പ്രൊസീഡ് ചെയ്യരുത് ആണോ? അങ്ങനെയല്ല. എനിവേ, ഗുഡ് ആയി. അങ്ങനെയല്ല. ഇനി അടുത്ത സെന്റൻസ് അവിടെ ഡു എന്താ നോട്ട് കിട്ടിയേ? ട്രൈ ഓർ ഡു നോട്ട് സർജറിക്ക് വേണ്ടി ഇത് ട്രൈ ചെയ്യാൻ ഓതേഴ്സിന്റെ പാടില്ലെന്നാണോ? അക്നോളജ്ഡ്. അവർക്ക് അങ്ങനല്ല, അവര് ട്രൈ ചെയ്യാൻ സർജറിക്ക് പാടില്ലെന്നാണോ? വേണ്ടി ട്രൈ ചെയ്യരുതെന്നോ അങ്ങനെ എഴുതിയേക്കുന്നത്? ആര് സർജറിക്ക് ട്രൈ വേണ്ടി അവര് ചെയ്യരുതെന്ന്? ക്വിറ്റ് ചെയ്യാൻ ഓഫർ ചെയ്യരുതെന്ന്, നോട്ട് ബി ഓഫേർഡ് എന്ന്. ഓഫർ ചെയ്യരുതെന്നല്ലേ പറയുന്നത്? അതായത് സ്മോക്കേഴ്സ് ഹൂ ഡു ആരാണോ നോട്ട് ട്രൈ ട്രൈ. ചെയ്യാത്തത്? അതായത് പറഞ്ഞു. ഡോക്ടേഴ്സ് ഓഫർ ചെയ്യരുത് എന്നുള്ള രീതിയിൽ.
അത് തന്നെ സർജറി ഓഫർ ചെയ്യാന്ന് പറയുമ്പോൾ ഹോസ്പിറ്റൽ അല്ലെ ഡോക്ടേഴ്സ് ആരാണോ ഹെൽത്ത് കെയർ അല്ല ഹെൽത്ത് സിസ്റ്റം അല്ലെ. അപ്പൊ അവർക്ക് ഈ സ്മോക്കേഴ്സ് ഹു ഡു നോട്ട് ട്രൈ എന്ന് പറഞ്ഞാല് സ്മോക്കേഴ്സ് ഉണ്ടല്ലോ പുക വലിക്കുന്നവര് ഡു നോട്ട് ട്രൈ അവര് ട്രൈ ചെയ്തിട്ടില്ല ഓർ ഡു നോട്ട് സക്സീഡ് ഇൻ ക്വിറ്റിംഗ്. അപ്പം ക്വിറ്റ് ചെയ്യാൻ അവര് ട്രൈ ചെയ്തിട്ടില്ല. ഇനി ട്രൈ ചെയ്തെങ്കിൽ തന്നെ ഡു നോട്ട് സക്സീഡ് അവര് സക്സീഡ് ആയിട്ടില്ല. ദാറ്റ് മീൻസ് അവർ കറണ്ട് സ്മോക്കേഴ്സ് അല്ലേ? അതെ. ആണല്ലേ. കറണ്ട് സ്മോക്കേഴ്സ് എന്നുള്ള ഒരു ഐഡിയ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഷുഡ് നോട്ട് ബി ഓഫേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഷുഡ് നോട്ട് ബി ഓഫേർഡ് പാസീവ് വോയിസ് ആണ് അല്ലെ. അപ്പൊ അവർക്ക് ഓഫർ ചെയ്യപ്പെടാൻ പാടില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോ ഒരിക്കൽ പോലും ക്വിറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യാതിരിക്കുകയോ ട്രൈ ചെയ്തിട്ട് സക്സീഡ് ആകാതിരിക്കുകയോ ചെയ്തിട്ടുള്ള ആൾക്കാര് അവരാണ് കറണ്ട് സ്മോക്കേഴ്സ് എന്ന് പറയുന്നത്. ആ കറണ്ട് സ്മോക്കേഴ്സിന് സർജറി ഓഫർ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഷുഡ് നോട്ട് ബി ഓഫേർഡ് എ വൈഡ് റേഞ്ച് ഓഫ് ഇലക്ടീവ് സർജിക്കൽ പ്രൊസീജിയേഴ്സ് അക്കോർഡിംഗ് ടു ആൻ എഡിറ്റോറിയൽ പബ്ലിഷ്ഡ് ഇൻ ദി മെഡിക്കൽ ജേർണൽ ഓഫ് ഓസ്ട്രേലിയ. അപ്പോ നമ്മളിപ്പോ നമുക്ക് കിട്ടിയ ആ ഐഡിയ അത് ആര് പറഞ്ഞ കാര്യമാണ്? അതെ ഒരു എഡിറ്റോറിയൽ അല്ലെ മെഡിക്കൽ ജേർണൽ ഓഫ് ഓസ്ട്രേലിയയുടെ ഒരു എഡിറ്റോറിയലിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണിത് അല്ലെ. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നേ? റൈറ്റർ പറയുന്ന പോസിബിൾ റീസൺ അല്ലെ. റൈറ്റർ പറയുന്ന പോസിബിൾ റീസൺ. അപ്പോ ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് റൈറ്ററിന്റെ വേർഡ്സ് ആണോ? അല്ല. അപ്പൊ അവിടെ നമ്മുടെ ആൻസർ ഉണ്ടാവുമോ? ഇല്ല. ഇല്ല. അപ്പൊ പിന്നെ അവിടെ കിടന്ന് ചുറ്റി കളിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇല്ലല്ലേ. അപ്പൊ ഇത്രയും നമ്മൾ വായിക്കേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞു വന്നത്. നമുക്ക് വേണ്ടത് റൈറ്റർ തന്നിരിക്കുന്ന പോസിബിൾ റീസൺ ആണ്. അപ്പൊ ആ ഏരിയ ആണ് നിങ്ങൾക്ക് ആദ്യം ഞാൻ വായിക്കാനായിട്ടുള്ള ഒരു അവസരം തന്ന അതുകൊണ്ടാ. നിങ്ങൾക്ക് ആ ആൻസറിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിട്ടാ. നിങ്ങൾക്ക് ആൻസറിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റിയോ? പറ്റിയെങ്കിൽ എന്തുകൊണ്ട്? അതായത് നെക്സ്റ്റ് ഇതിലാണ് പറയുന്നത് ദ ഓതേഴ്സ് അക്നോളജ് ഏത് ദിസ് വുഡ് ഓതേഴ്സ്? ബി എ അവിടെയുണ്ടൊരു പ്രശ്നം, അവിടെയുണ്ടൊരു ട്രാപ്പ്. ദ ഓതേഴ്സ് എന്ന് പറയുമ്പോ മെർലിൻ എഴുതിയ ഒരു എഡിറ്റോറിയൽ അല്ലെങ്കിൽ ഒരു മെർലിൻ്റെതായിട്ടുള്ള ഒരു ജേണല്. ആ ജേണലില് മെർലിൻ തന്നെ പറയോ ദ ഓതർന്ന്? ഇല്ല അല്ലെ. അപ്പൊ ഇപ്പൊ ഈ നമ്മളിപ്പോ വായിച്ചിരിക്കുന്നതായിട്ടുള്ള ദ ഓതർ, ആ ഓതർ ആരാ? അൺനോൺ ഓതറോ? എന്നതാ പറയുന്നത്? അല്ല, അങ്ങനെയല്ല. മീൻസ് ആ എഡിറ്റോറിയലിനകത്ത് എഡിറ്റോറിയലിന്റെ ഓതേഴ്സ് മനസ്സിലായോ? ഈ എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്ന ആൾക്കാരില്ലേ, ആ ഓതേഴ്സ് ഇല്ലേ, ആ ഓതേഴ്സിന്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നേ. നമ്മൾ ഈ വായിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആർട്ടിക്കിൾ എഴുതിയ ഓതറിന്റെ കാര്യമല്ല, നമ്മുടെ റൈറ്ററിന്റെ കാര്യമല്ല കേട്ടോ. ദി ഓതേഴ്സ് അക്നോളജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? അംഗീകരിക്കുക അല്ലെ. ഓതേഴ്സ് അക്നോളജ് ദിസ് വുഡ് ബി എ കോൺട്രവേഴ്ഷ്യൽ ഓവർട്ട്ലി ഡിസ്ക്രിമിനേറ്ററി അപ്രോച്ച്. അതായത് ഈ എഡിറ്റോറിയലിന്റെ ഓതേഴ്സ് തന്നെ അവിടെ അംഗീകരിക്കുന്നുണ്ട് ഈ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് കോൺട്രവേഴ്ഷ്യൽ ആകാം, അതുപോലെ തന്നെ ഓവർട്ട്ലി ഡിസ്ക്രിമിനേഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ അല്ലെ, വേർതിരിവ്. ഡിസ്ക്രിമിനേറ്ററി അപ്രോച്ച് ആണെന്നുള്ളത് ഓതേഴ്സ് അവിടെ അംഗീകരിക്കുന്നു. ബട്ട് കോൺട്രാസ്റ്റ് വേർഡ് കണ്ടല്ലോ, ബട്ട് they say it is also evidence based. പക്ഷെ അവര് പറയുന്നത് ഇത് എവിഡൻസ് ബേസ്ഡ് ആണെന്നാണ് അവര് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇത്രയും വായിച്ചതിനകത്ത് എവിടെയെങ്കിലും നമ്മുടെ റൈറ്ററിന്റെ വേർഡ്സ് ഉള്ളതായിട്ട് തോന്നിയോ? ഇല്ല. റൈറ്ററിന്റെ വേർഡ് ഉണ്ട്. ബട്ട് ദേ സേ എന്നുള്ളത് ആരാണ് പറയുന്നത്? What they say is evidence based എന്ന് പറയുന്നുണ്ട് ഡോക്ടർ മാത്യു പീറ്റർ ആൻഡ് കോളീഗ്സ്. അതെ, ഞാൻ ഉദ്ദേശിച്ചത് ബട്ട് ദേ സേ ഇറ്റ് ഈസ് ഓൾസോ എവിഡൻസ് ബേസ്ഡ് എന്ന് പറഞ്ഞിരിക്കുന്ന നമ്മളോട് പറഞ്ഞു തന്ന ആരാ? ഓതർ, നമ്മുടെ റൈറ്റർ അല്ലേ. പക്ഷെ അവര് പറയുന്നത് ഇത് എവിഡൻസ് ബേസ്ഡ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി വീണ്ടും നോക്കാം. പക്ഷെ അത് അവര് പറയുന്നതല്ലേ, നമ്മുടെ റൈറ്റർ പറയുന്നതാണോ? അല്ല. ചിന്തിക്കൂ കേട്ടോ. ചിന്തിക്കാൻ സമയം തരുന്നത് നിങ്ങൾക്ക് ആ സ്കില്ല് ഡെവലപ്പ് ആകാനിട്ടാ.
ഓക്കെ. പക്ഷേ അവര് പറയുന്നത് ഇത് എവിഡൻസ് ബേസ്ഡ് ആണെന്ന്. അത് അവര് പറഞ്ഞതല്ലേ, നമ്മുടെ റൈറ്റർ അല്ല പറയുന്നേ. അപ്പൊ പിന്നെ അത് വിട്ടേക്കാം. അടുത്തത് ഡോക്ടർ മാത്യു പീറ്റേഴ്സ് ആൻഡ് കൊളീഗ്സ് ഫ്രം കോൺകോർഡ് റീപാട്രിയേഷൻ ജനറൽ ഹോസ്പിറ്റൽ സേവ് സ്മോക്കേഴ്സ് ഹൂ അണ്ടർഗോ സർജറി ഹാവ് സി. ഇത് നമ്മൾ വായിക്കേണ്ട കാര്യമുണ്ടോ? കാരണം ഇത് മാത്യു പീറ്റേഴ്സിന്റെയും കൊളീഗ്സിന്റെയും അഭിപ്രായമല്ലേ നമ്മളിപ്പോ വായിക്കാൻ പോണേ. ആ എവിഡന്റ് ആണല്ലേ അത്? അതെ മാം. അതെ അതെ. ആ, അത് വേണമെങ്കിൽ ഒന്ന് വായിച്ചു തരാം. പുവറർ സർജിക്കൽ ഔട്ട്കംസ്, അതായത് ഈ സ്മോക്കേഴ്സ് സർജറിക്ക് അണ്ടർഗോ ചെയ്യുകയാണെങ്കിൽ ഹാവ് സബ്സ്റ്റൻഷ്യലി ഹയർ റിസ്ക് ഉണ്ടാവും, പുവറർ സർജിക്കൽ ഔട്ട്കംസ് ആയിരിക്കും. ആൻഡ് therefore അതുകൊണ്ട് തന്നെ കൺസ്യൂം മോർ ഹെൽത്ത് കെയർ റിസോഴ്സസ് ദാൻ നോൺ സ്മോക്കേഴ്സ്. അതുകൊണ്ട് തന്നെ ഹെൽത്ത് കെയർ റിസോഴ്സസ് ഒരുപാട് കൺസ്യൂം ചെയ്യും പുക വലിക്കാത്തവർക്ക് സർജറി ചെയ്യുന്നതിനേക്കാൾ എന്നാണ് പറഞ്ഞത് അല്ലെ. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് സർപ്രൈസിംഗ്ലി. ആ വേർഡ് ശ്രദ്ധിച്ചോ? Yes, ma'am. സർപ്രൈസിംഗ്ലി. അത് ആർക്കാണ് സർപ്രൈസ് ആയിരിക്കുന്നേ? നമ്മുടെ റൈറ്ററിന് അല്ലെ. യെസ്. സർപ്രൈസിംഗ്ലി ദീസ് ന്യൂ കൺസേൺസ് ആർ നോട്ട് ബേസ്ഡ് ഓൺ കാർഡിയാക് ആൻഡ് റെസ്പിറേറ്ററി റിസ്ക്. അത് ഇവിടെ സർപ്രൈസ് ആകുന്നത് നമ്മുടെ റൈറ്റർ ആണ് അല്ലെ. സർപ്രൈസിംഗ്ലി, സർപ്രൈസ്ഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ പുതിയ കൺസേൺസ് കാർഡിയാക് ആൻഡ് റെസ്പിറേറ്ററി റിസ്കിന്റെ ബേസിൽ അല്ല, ബട്ട് ഇൻക്രീസ്ഡ് വൂണ്ട് ഇൻഫെക്ഷൻ. പക്ഷെ പിന്നെ എന്തിന്റെ ബേസിലാണ് പറയുന്നത്? വൂണ്ട് ഇൻഫെക്ഷന്റെ ബേസിലാണ് വൂണ്ട് ഇത്. ഇൻഫെക്ഷൻ. ഓക്കെ. ഇത്രയും നല്ല രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ലേ? ഇനി ഒന്ന് ആൻസർ കണ്ടുപിടിക്കാമോ? നോക്കിക്കേ, ട്രൈ. മാം ഇതാ മാം 4 ഡി ഹയർ പോസിബിലിറ്റി ഓഫ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഇൻഫെക്ഷൻ. ഓക്കെ, അതാണ് ആൻസർ. ഇനി നമുക്ക് ഓരോന്നും എലിമിനേറ്റ് ചെയ്ത് എങ്ങനെയാണെന്നൂടെ പറഞ്ഞു തരാമോ? നമ്മൾ മോക്ക് ടെസ്റ്റ് അല്ലല്ലോ, പ്രാക്ടീസ് ചെയ്യൂലേ? അപ്പൊ ഒന്ന് പറഞ്ഞു തന്നെ. സി അല്ലെന്നുള്ളത് നമ്മൾ പഠിക്കല്ലേ? ഉറപ്പാ മാം. അങ്ങനല്ലേ മോളെ? ഏതൊട്ട് താഴോട്ടുക? എ ബി സി ഡി. എ നെഗറ്റീവ് എഫക്ട് ഇവിടെ ഒരു സീൻ ഇൻ സിസ്റ്റമാറ്റിക് റിസർച്ച്. സിസ്റ്റമാറ്റിക് റിസർച്ച് അല്ല ഇവിടെ നടന്നത്. അല്ല, റിസർച്ചിനെ പറ്റി പറയുന്നേ ഇല്ല അല്ലെ. ഇല്ല. നെഗറ്റീവ് എഫക്ട്സിനെ പറ്റിയും റിസർച്ചിനെ പിന്നെ പറ്റിയും പറയുന്നില്ല. ഓക്കെ, പിന്നെ അപ്പൊ ഓവറോൾ എലിമിനേറ്റ് ചെയ്തു. കോസ്റ്റിനെ കുറിച്ച് പറയുന്നില്ല. ഓവറോൾ കോസ്റ്റിനെ കുറിച്ച് ഹോസ്പിറ്റലിന്റെ പറയുന്നില്ല അവിടെ. കോസ്റ്റിനെ കുറിച്ച് അവിടെ പറയുന്നതേ ഇല്ല. ഈ സർജറിയുടെ കോസ്റ്റിനെ കുറിച്ച് പറയുന്നില്ല. കൂടുതൽ ഹെൽത്ത് കെയർ റിസോഴ്സസ് യൂസ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ കോസ്റ്റ് ഇൻക്രീസ് ആകും എന്നുള്ള ഒരു അർത്ഥമല്ലേ വരുന്നത്? അതെ, പക്ഷേ റൈറ്റർ തരുന്ന റീസൺ അല്ല. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എലിമിനേറ്റ് ചെയ്തത് അല്ലെ. ഒന്ന് ചിന്തിച്ചേ, ഉം. മനസ്സിലായോ? കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം അവിടെ പറയുന്നുണ്ട്. ഹെൽത്ത് കെയർ റിസോഴ്സസ് ഒരുപാട് കൺസ്യൂം ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് റൈറ്ററിന്റെ റീസൺ അല്ല. അത് ഡോക്ടർ മാത്യു പീറ്റർ എന്നല്ലേ വായിച്ചത്? ആ ഡോക്ടറിന്റെ അവര് തന്നിരിക്കുന്ന റീസൺ ആണ് അല്ലെ. പിടികിട്ടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഉണ്ടോ? എന്താ മിണ്ടാതിരിക്കുന്നേ? ആ പാരഗ്രാഫ് ഒന്നുകൂടെ മനസ്സിലായോ? കാണിക്കോ? ആ, കാണിച്ചു തരാം. ആ ഡോക്ടർ മാത്യു പീറ്റേഴ്സ് മുതൽ നോക്കിക്കേ, പോയിന്റ് ചെയ്യണോ? ഡോക്ടർ മാത്യു പീറ്റേഴ്സ് ആൻഡ് കോളീഗ്സ് ഫ്രം അവര് പറയുന്നത് എന്താ? Poor സബ്സ്റ്റൻഷ്യലി ഹയർ surgical റിസ്ക്, outcomes and സർജിക്കൽ therefore ഔട്ട്കം. consume more അതുകൊണ്ട് health തന്നെ care ആണ്. resources ആ than the മോർ ഹെൽത്ത് കെയർ non-smokers. റിസോഴ്സസ് അവർ കൺസ്യൂം ചെയ്യാന്ന് പറയുമ്പോൾ സംതിങ് റിലേറ്റഡ് ടു ഉം. കോസ്റ്റ് തന്നെയല്ലേ എന്നാ ഞാൻ ചോദിക്കുന്നേ. അതെ മാം. അതെ, പക്ഷെ അത് റൈറ്റർ തന്നിരിക്കുന്ന റീസൺ അല്ലല്ലോ അല്ലെ. മാത്യു പീറ്റർ തന്നിരിക്കുന്ന കാര്യല്ലേ അത്. അതാണ് നമ്മൾ എലിമിനേറ്റ് ചെയ്തത്. ഇനി സി നോക്കുകയെ, ദ നോൺ ഇമ്പാക്ട് ഓൺ ദി പേഷ്യൻസ് ഹാർട്ട് ആൻഡ് ലങ്സ്. ഇത് സെലക്ട് ചെയ്യാൻ പറ്റുമോ? അതല്ലെന്നാ സി. പറഞ്ഞേക്കുന്നത്. അല്ലെന്ന് അത് നല്ല എവിഡന്റ് ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഏറ്റവും ലാസ്റ്റ് these new concerns are not based on cardiac and Based on respiratory risk cardiac and അല്ലെ. respiratory risk. ഓക്കെ, അപ്പൊ നമുക്ക് സിയും എലിമിനേറ്റ് ചെയ്യാം. അവസാനം നമ്മൾ ആൻസറിലേക്ക് വന്നില്ലേ? In case of wanting ക്ലിയർ അല്ലേ? the higher possibility of post-operative. ഓക്കെ, അപ്പോ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളോട് റൈറ്ററിന്റെ ഒപ്പീനിയനോ
അല്ല റൈറ്റർ എന്താണ് പറയുന്നത് എന്ന് സ്പെസിഫൈ ചെയ്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പാരഗ്രാഫ് കംപ്ലീറ്റ് ഒന്നും വായിക്കേണ്ട കാര്യമില്ല. ഓടിച്ചൊന്ന് വായിച്ചു നോക്കുക. അതിനകത്ത് പലരുടെ ഒപ്പീനിയൻസ് കാണും, പലരുടെ സജഷൻസ് കാണും. അക്കോർഡിംഗ് ടു ദിസ്, അക്കോർഡിംഗ് ടു ഹിം, അങ്ങനെ പലരുടെ കാണും കേട്ടോ. പക്ഷേ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമ്മളോട് ചോദിച്ചിരിക്കുന്ന റൈറ്റർ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അതായത് നമ്മുടെ റൈറ്റർ, നമ്മൾ വായിക്കുന്നതായിട്ടുള്ള ആർട്ടിക്കിളിന്റെ റൈറ്റർ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം. ഇപ്പൊ തന്നെ ആ ട്രാപ്പ് മനസ്സിലായില്ലേ? ഇതിനകത്ത് എഡിറ്റോറിയലിനെ പറ്റി പറയുന്നു, ആ എഡിറ്റോറിയലിന്റെ ഓതറിനെ പറ്റി പറയുന്നു. അപ്പൊ ഓതർ എന്നുള്ള വേർഡ് കാണുമ്പോൾ നമ്മൾ സ്വാഭാവികമായും ക്യാച്ച് ചെയ്യും ആ ഏരിയ, അല്ലെ? പക്ഷെ നമ്മുടെ ഓതർ ആണോ? ഈ ആർട്ടിക്കിളിന്റെ ഓതർ ആണോ? അല്ല. ഇങ്ങനെയുള്ള അതെങ്ങനെ അറിയാൻ പറ്റുക ട്രാപ്പുകളൊക്കെ നമ്മുടെ ഓതർ ആണോന്ന് എങ്ങനെയാണ്? നമ്മുടെ ഓതർ ആണോ എന്നുള്ളത് അതിനെ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞത്. ദി ഓതേഴ്സ് അനോളജ്, അതായത് അതിന് ഓതേഴ്സ് അംഗീകരിക്കുന്നു ഇത് കോൺട്രവേഴ്ഷ്യൽ ആകുന്നു. അപ്പൊ അതിന് മുന്നേ ഒരു എഡിറ്റോറിയലിന്റെ കാര്യം പറഞ്ഞിട്ടില്ലേ? അക്കോർഡിംഗ് ടു ആൻ എഡിറ്റോറിയൽ പബ്ലിഷ് ഇൻ ദി മെഡിക്കൽ ജേണൽ ഓഫ് ഓസ്ട്രേലിയ. ആ ജേണലിന്റെ ഓതേഴ്സിന്റെ കാര്യമാണെന്നുള്ളത് നെക്സ്റ്റ് ലൈൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ലേ? ദി ഓതേഴ്സ് അനോളജ് ദിസ് വുഡ് ബി എ കോൺട്രവേഴ്സി. ദിസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? അതിന് മുന്നത്തെ സെന്റൻസിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു അപ്രോച്ച്, അല്ലെ? എന്താ അപ്രോച്ചാ? സർജറി ഒരിക്കലും ചെയ്യാൻ ട്രൈ പാടില്ല എന്നുള്ള അപ്രോച്ച്. പാടില്ല എന്നുള്ളത്. അപ്പം നമ്മുടെ ഓതർ അല്ലെന്നുള്ളത് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അവിടെ നിന്ന്. പിന്നെ നമ്മുടെ ഓതറിന്റെ വേർഡ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ഇത് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതിൽ നിന്നും സർപ്രൈസ് ആണ് തോന്നുന്നെങ്കിൽ അയാൾ സർപ്രൈസിംഗ്ലി എന്നുള്ള വേർഡ്, അല്ലെങ്കിൽ അയാൾക്ക് അവിടെ ഒരു സാഡ് ഫീലിംഗ് ആണ്, സാഡ്ലി എന്ന് പറഞ്ഞിട്ട് പറയാനുള്ള കാര്യം ഡയറക്റ്റ് പറയും. അതോ എന്താണോ എക്സ്പ്രഷൻ, അവിടെ ഒരു എക്സ്പ്രഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും മിക്കവാറും തന്നെ. അതാണ് ഈ ലാസ്റ്റ് ഈ സർപ്രൈസിംഗ്ലി എന്നുള്ള വേർഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വേർഡാണ്. സർപ്രൈസിംഗ്ലി ഈ കൺസേൺസ് ഒന്നും കാർഡിയക് ആൻഡ് റെസ്പിറേറ്ററി റിസ്കിന്റെ ബേസിലല്ല, പക്ഷെ പിന്നെന്താണ്, ഇൻക്രീസ്ഡ് വൂണ്ട് ഇൻഫെക്ഷൻ ആണ്. ഈ സെന്റൻസ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ റൈറ്റർ ആണെന്നുള്ളത് ഇവിടെ ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? അവിടെ വേറൊരാളെ പരാമർശിച്ചിട്ടുണ്ടോ? അവര് പറയുന്നു, ഇവര് പറയുന്നു, അതിൽ അങ്ങനെ പറയുന്നു, ഇതിൽ ഇങ്ങനെ പറയുന്നു, അങ്ങനെ പറയുന്നുണ്ടോ? ഇല്ല. ഡയറക്റ്റ് ഒരു ഫാക്ട് അവിടെ പറഞ്ഞേക്കുമല്ലേ, നമ്മുടെ റൈറ്ററിന്റെ അല്ലേ? കിട്ടിയോ? അപ്പൊ ആരുടെ ഒപ്പീനിയൻ ചോദിച്ചിരിക്കുന്നു? അവരുടെ ഒപ്പീനിയൻ മാത്രം നമ്മൾ ഫോക്കസ് കൊടുക്കുക, അല്ലാതെ എന്റെ പാരഗ്രാഫിലേക്ക് ഫോക്കസ് കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത് നിങ്ങൾക്ക് ഐഡിയ കിട്ടട്ടെ എന്ന് ഓർത്തിട്ടാ. ബട്ട് ടിപ്പ് പറയുകയാണെങ്കിൽ ആരുടെ ഒപ്പീനിയൻ ചോദിച്ചോ അവരുടെ ഒപ്പീനിയൻ മാത്രം ഫോക്കസ് കൊടുക്കുക. ആദ്യം ഒന്ന് ഓടിച്ചു വായിക്കുക. ഓടിച്ചു വായിച്ചിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ ഒപ്പീനിയൻ എന്ന് തോന്നുന്നിടത്ത് നല്ല രീതിയിൽ കോംപ്രഹെൻസീവ് റീഡിങ് കൊണ്ടുവരിക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.